ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് നമ്മുടെ സ്വന്തം മുണ്ടപ്പള്ളിയിലെ SKB UPS സ്കൂളിലാണ്. അവിടെ കുരുന്നുകൾക്ക് ഒരു പ്രത്യേക സന്തോഷവും എല്ലാം നമ്മളോട് പങ്കുവെക്കാനുണ്ട്. അത് നമ്മൾ എല്ലാവരിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് SKB UPSലോട്ട് നമ്മൾ എത്തിയിരിക്കുന്നത്. നമുക്ക് അവരുടെ സന്തോഷവും അവരുടെ ഒരു ആഹ്ലാദ പ്രകടനങ്ങളെല്ലാം നമുക്ക് നേരിട്ട് കാണാം. വന്നാട്ടെ. നമ്മൾ SKB UPSലെ മിടുക്കന്മാരും മിടുക്കത്തികളുമാണ് നിൽക്കുന്നത്. അവരുടെ ഇന്നത്തെ സന്തോഷത്തിന്റെ കാരണം എന്താണെന്ന് നമുക്കൊന്ന് ചോദിക്കാം. നിങ്ങൾക്ക് എന്തുവാ സന്തോഷത്തിനല്ലേ? കാരണം എന്തുവാ? ഇപ്രാവശ്യത്തെ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് സ്വന്തമായിട്ട് കിട്ടിയിരിക്കുകയാണ്, ട്രോഫി അല്ലയോ? കഴിഞ്ഞ പ്രാവശ്യം ഇവര് മിടുക്കന്മാരും മിടുക്കത്തികളുമായിരുന്നു. അവർ ശാസ്ത്രോത്സവത്തിന്റെ ട്രോഫി എല്ലാം ഫസ്റ്റിൽ തന്നെ അവർക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ കലോത്സവത്തിന് സെക്കൻഡ് ആയിരുന്നു. ഇപ്രാവശ്യം അവര് മിടുക്കരായിട്ട് കലോത്സവത്തിനും ഫസ്റ്റ് വാങ്ങിച്ചിരിക്കുകയാണ്. അവരുടെ ട്രോഫിയും അവരുടെ സന്തോഷമൊക്കെ നമുക്കൊന്ന് കാണാം. എല്ലാവരും ഒന്ന് അവരെ എല്ലാം അനുഗ്രഹിക്കുകയും സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്യുക. അപ്പോൾ നമ്മുടെ SKB UPSന്റെ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കിരീടം എന്ന് തന്നെ പറയാം. അവർ സ്വന്തമായിട്ട് കിട്ടിയിരിക്കുകയാണ്. കുട്ടികൾ അതാണ്ടുണ്ട് 3 ട്രോഫി സ്കൂളിൽ സ്വന്തമായിട്ട് കിട്ടിയിരിക്കുകയാണ്. അടുപ്പിച്ച് തുടർച്ചയായിട്ട് അവർക്ക് മൂന്നാം വർഷവുമാണ് കലോത്സവത്തിനെയും പിന്നെ ശാസ്ത്രോത്സവത്തിനും ഒക്കെ സമ്മാനവും ഫസ്റ്റ് സെക്കൻഡും ഒക്കെ ആയിട്ട് ഈ പ്രാവശ്യം മുഴുവനും ഫസ്റ്റ് ആണ്. അടുത്ത വർഷവും നിങ്ങൾ ഇത് വാങ്ങിക്കും അല്ലേ? ഇത് നിങ്ങൾ വിട്ടുകളയരുത്. എല്ലാ തവണയും നിങ്ങൾക്ക് തന്നെ ആവണം ഫസ്റ്റ്. അപ്പൊ കൊച്ചുങ്ങളെല്ലാം നല്ല സന്തോഷത്തിലാണോ? ടീച്ചർ എങ്ങനെ സഹായിച്ചത് ഇതിന്? നല്ല സപ്പോർട്ടായിരുന്നു, എല്ലാത്തിനും നല്ല സഹായമൊക്കെ ആയിരുന്നു. പിന്നെ കഴിവുള്ള കുട്ടികളെ കണ്ടെത്തി അതിനായിട്ട് പ്രിപ്പയർ ഒക്കെ ചെയ്ത് നല്ലപോലെ സപ്പോർട്ട്. മോടെ പേരെന്തുവായിരുന്നു? അനന്യ ഒരു ഡാൻസുകാരി കൂടെയാണ്. നമ്മൾ ഒരുപാട് സ്റ്റേജുകളിൽ പ്രോഗ്രാം കണ്ടിട്ടുണ്ട്. മോക്ക് സ്റ്റേജിൽ എന്തുവായിരുന്നു പ്രോഗ്രാം? ഭരതനാട്യം ഉണ്ടായിരുന്നോ? കുച്ചിപ്പിടിയുടെ നമ്മള് വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട് ഒരുപാട്. UPS മുണ്ടപ്പള്ളി സ്കൂളാണ് ഞങ്ങളുടെ 2025 വർഷത്തില് ഞങ്ങൾ അടൂർ സബ് ജില്ലയിലെ ശാസ്ത്രമേളയില് 1ാം സ്ഥാനം ഓവറോൾ ട്രോഫി കരസ്ഥമാക്കിയിരിക്കുകയാണ്. ഇത് ഞങ്ങൾക്ക് 3ാം തവണയാണ് ഞങ്ങൾക്ക് ഈ ട്രോഫി കിട്ടുന്നത്. അത് ഞങ്ങൾക്ക് സ്വന്തമാക്കിയിരിക്കുകയാണ് ഞങ്ങൾ. പിന്നെ അതുകൂടാതെ പിന്നെ കലോത്സവത്തില് ഞങ്ങൾ ഓവറോൾ 1ാം സ്ഥാനം കരസ്ഥമാക്കിയാണ്. 76 പോയിന്റ് നേടിയാണ് 1ാം സ്ഥാനം കരസ്ഥമാക്കിയത്. അതോടൊപ്പം സംസ്കൃതോത്സവത്തിലും ഓവറോൾ 2ാം സ്ഥാനമാണ് കരസ്ഥമാക്കിയത്. അത് 86 പോയിന്റ് നേടിയാണ് ഞങ്ങളത് കരസ്ഥമാക്കിയത്. തുടർച്ചയായിട്ട് സംസ്കൃതോത്സവത്തിലും ഞങ്ങൾ 2ാം തവണയാണ് ഈ ട്രോഫി കരസ്ഥമാക്കുന്നത്. ഇപ്പം ഏകദേശം തുടർച്ചയായിട്ട് 2024 മുതലാണ് ഞങ്ങൾക്ക് ഈ വിജയം ഏറ്റവും കൂടുതൽ പോയിന്റോടെ ഞങ്ങൾ ഇങ്ങനെ കടന്നു വരാൻ ഞങ്ങൾക്ക് സാധിക്കുന്നത്. അതിൽ ഏറ്റവും എനിക്ക് സ്നേഹം പ്രകടിപ്പിക്കാനുള്ളത് പ്രധാനപ്പെട്ട ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ. എന്ത് പറഞ്ഞാലും അവർ ഞങ്ങളോടൊപ്പം ഉണ്ട്. ഞങ്ങൾ അവരുടെ കഴിവ് കണ്ടെത്താൻ, എന്നാൽ എല്ലാ കുട്ടികൾക്കും നല്ല രീതിയിലുള്ള കഴിവുകളുണ്ട്. എങ്കിലും ഞങ്ങൾ അവർക്കുള്ള കഴിവനുസരിച്ച് നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, നല്ല സപ്പോർട്ടും കൊടുക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ മാത്രമല്ല, ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് ഞങ്ങളുടെ പൂർവ്വ അധ്യാപകരും പിന്നെ മറ്റധ്യാപകരും പിന്നെ PTA അംഗങ്ങൾ, MPTA, മറ്റ് രക്ഷകർത്താക്കൾ എല്ലാം നല്ല ഞങ്ങളുടെ ഒരു കൂട്ടായ പരിശ്രമത്തിലാണ് ഇത്രയും നല്ല വിജയത്തിൽ ഞങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത്. ഇത് ഇത്രയും അഭിമാനകരമായ ഒരു നേട്ടം കൈവരിച്ചതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. എനിക്ക് മാത്രമല്ല, പ്രത്യേകിച്ച് ഇത് ഗ്രാമപ്രദേശം ആണല്ലോ. ഇവിടെ ഇത്രയും നല്ലൊരു വിജയം എത്തിച്ചേരുക എന്ന് പറഞ്ഞാൽ വളരെ അപൂർവങ്ങളാണ്. അത് പ്രത്യേകിച്ച് 60-ൽ പരം സ്കൂളുകളുമായിട്ടാണ് മത്സരിച്ച് ഇത്രയും നല്ലൊരു വിജയത്തിൽ എത്തിച്ചേരാൻ കഴിഞ്ഞത്. അതായത് ഒരു 3-4 ഡിവിഷനുള്ള സ്കൂളുകളുമായിട്ടാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. കൂടുതലായിട്ട് അതായത് ഐറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ധാരാളം ഐറ്റങ്ങളുണ്ട്. പ്രത്യേകിച്ച് എടുത്തു പറയാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ കലോത്സവത്തിൽ നാടകങ്ങൾ, മലയാളം നാടകം, സംസ്കൃതം നാടകം, അതുപോലെ തന്നെ കുച്ചിപ്പുടി, ഓട്ടംതുള്ളൽ, പദ്യപാരായണം, ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും, അതുപോലെ 10-ൽ പരം 15ഓളം ഐറ്റങ്ങളാണ് ജില്ലയിലേക്ക് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. കഴിഞ്ഞ വർഷത്തെക്കാട്ടിലും കൂടുതൽ ആക്റ്റീവായിട്ടാണ് കുട്ടികൾ നിൽക്കുന്നത്. അത് തന്നെ അവരുടെ മുഖത്ത് നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. അതിന്റെ വ്യത്യാസം കലോത്സവത്തിൽ അറിയാം. അത് കഴിഞ്ഞ വർഷം കലോത്സവം സെക്കൻഡ് ആയിരുന്നു, ഇപ്രാവശ്യം ഒരു ഫസ്റ്റ് ആണ് മേടിച്ചിരിക്കുന്നത്. ഇതിനി എല്ലാ കൊല്ലവും ഇതേ രീതിയിൽ അല്ലെങ്കിൽ ഇതിനെക്കാട്ടിലും പോയിന്റുകൾ കൂടുതൽ നേടിയിട്ട് ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എപ്പോഴും
ഞങ്ങൾ മുണ്ടപ്പള്ളി നമ്മുടെ SKV UPSന്റെ കൂടെ ഉണ്ടാകും. കുട്ടികളോടൊപ്പം രക്ഷിതാക്കളോടൊപ്പം നമ്മുടെ സർവോപരി ടീച്ചേഴ്സിനോടൊപ്പം നമ്മൾ ഉണ്ടാവും, സ്കൂളിനോടൊപ്പം ഉണ്ടാകും. പറയാമല്ലേ? നമസ്കാരമുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ നിൽക്കുന്നതിൻ്റെ ഏകദേശം എനിക്ക് മനസ്സിലായി കാണും. കാര്യം ഈ കുഞ്ഞുങ്ങളുടെ മുഖത്ത് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റുക പിള്ളേരുടെ സന്തോഷം എന്താണെന്നുള്ളത്. മുണ്ടപ്പള്ളി SKV സ്കൂളിൽ കലോത്സവത്തിൽ അതുപോലെ ശാസ്ത്രമേളയിലും 3 വട്ടം അടുപ്പിച്ച് ഓവറോൾ കിരീടം നേടാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. അതിൽ പിറ്റേ പ്രശ്നം എന്ന നിലയിൽ അതിന് ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പറയേണ്ടതെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളെ അവരുടെ കഴിവിനെ കണ്ടെത്തി അതിനെ പ്രോത്സാഹിപ്പിച്ച മാതാപിതാക്കൾ, അതുപോലെ തന്നെ അതിൻ്റെ ഫുൾ സപ്പോർട്ടായിട്ട് നിന്ന നമ്മുടെ ബഹുമാന ടീച്ചേഴ്സ്, സ്കൂൾ മാനേജ്മെൻറ്റ്, അവിടേക്കുള്ള പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുപോലെ കുഞ്ഞുങ്ങൾ, ഇനി വളരുന്ന കുഞ്ഞുങ്ങൾ ഇത് ഇവിടെ നിർത്താതെ തന്നെ അവരുടെ കഴിവുകൾ ഇനി മുമ്പോട്ട് വളർന്നു വരണം. പിന്നെ അതുപോലെ തന്നെ മറ്റു കുഞ്ഞുങ്ങൾ ഇത് ഈ 3 അല്ല ഇനി 4, 5, 6 വട്ടവും കിരീടം നേടാൻ വേണ്ടി എല്ലാവിധ ആശംസകളും നേരുന്നു. ഞാൻ ഉപജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശാസ്ത്രമേള കിരീടമായാലും അതേപോലെ തന്നെ കലോത്സവ കിരീടവും ഇപ്രാവശ്യം UP വിഭാഗത്തിൽ മുണ്ടപ്പള്ളി സ്കൂളിന് നേടാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും നമ്മൾ പ്രശംസിക്കേണ്ടത് നമ്മുടെ കുട്ടികളെ തന്നെയാണ്. ഏറ്റവും മിടുക്കരായ കുട്ടികളാണ് ഈ സ്കൂളിൽ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ പ്രധാനപ്പെട്ട എല്ലാ ട്രോഫികളും നമുക്ക് ഇവിടെ നേടാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ ടീച്ചേഴ്സ് എടുത്തു പറയേണ്ടതാണ്. എല്ലാ ടീച്ചേഴ്സും ഒത്തൊരുമയോടെ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത്. അതുപോലെ രക്ഷകർത്താക്കളായാലും സ്റ്റാഫ്സ് ആയാലും നാട്ടുകാർ എല്ലാവരുടെയും സഹകരണത്തിന്റെ ഫലമായിട്ടാണ് നമുക്കിങ്ങനെ തുടർച്ചയായ ഈ വിജയങ്ങൾ നേടാൻ സാധിച്ചിരിക്കുന്നു. സ്റ്റാഫ് സെക്രട്ടറിയാണ്. ടീച്ചർ എന്താണ് പറയുന്നത്? നമ്മുടെ ഈ വിജയത്തിന്റെ പിന്നില് നമ്മുടെ അത്രയധികം കഷ്ടപ്പെടുന്ന കുട്ടികളും ടീച്ചേഴ്സും അതുപോലെ PTA മെമ്പേഴ്സ്, MPTA എല്ലാ അംഗങ്ങളും ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ക്യൂസ് മത്സരങ്ങളിലായാലും ഈ കലോത്സവം കൂടാതെ നമുക്ക് തന്നെയാണ് IT, സയൻസ്, സോഷ്യൽ സയൻസ് എല്ലാത്തിലും 1st, 2nd ഒക്കെ നമുക്ക് നേടാൻ കഴിയുന്നുണ്ട്. അതുപോലെ ഞങ്ങൾ കുട്ടികൾക്ക് രാവിലെ 9 മണിക്ക് GKയുടെ പ്രത്യേകം ക്ലാസ്സുകൾ എല്ലാ ദിവസവും നൽകുന്നുണ്ട്. ഇതെല്ലാം നമ്മളോടൊപ്പം തന്നെ കുട്ടികളും വളരെയധികം പങ്കുചേരുന്നു. അതിന്റെയാണ് നമ്മുടെ ഈ വിജയം. പറയാമല്ലേ? നമസ്കാരമുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ നിൽക്കുന്നതിൻ്റെ ഏകദേശം എനിക്ക് മനസ്സിലായി കാണും. കാര്യം ഈ കുഞ്ഞുങ്ങളുടെ മുഖത്ത് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റുക പിള്ളേരുടെ സന്തോഷം എന്താണെന്നുള്ളത്. മുണ്ടപ്പള്ളി SKV സ്കൂളിൽ കലോത്സവത്തിൽ അതുപോലെ ശാസ്ത്രമേളയിലും 3 വട്ടം അടുപ്പിച്ച് ഓവറോൾ കിരീടം നേടാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. അതിൽ പിറ്റേ പ്രശ്നം എന്ന നിലയിൽ അതിന് ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പറയേണ്ടതെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളെ അവരുടെ കഴിവിനെ കണ്ടെത്തി അതിനെ പ്രോത്സാഹിപ്പിച്ച മാതാപിതാക്കൾ, അതുപോലെ തന്നെ അതിൻ്റെ ഫുൾ സപ്പോർട്ടായിട്ട് നിന്ന നമ്മുടെ ബഹുമാന ടീച്ചേഴ്സ്, സ്കൂൾ മാനേജ്മെൻറ്റ്, അവിടേക്കുള്ള പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുപോലെ കുഞ്ഞുങ്ങൾ, ഇനി വളരുന്ന കുഞ്ഞുങ്ങൾ ഇത് ഇവിടെ നിർത്താതെ തന്നെ അവരുടെ കഴിവുകൾ ഇനി മുമ്പോട്ട് വളർന്നു വരണം. പിന്നെ അതുപോലെ തന്നെ മറ്റു കുഞ്ഞുങ്ങൾ ഇത് ഈ 3 അല്ല ഇനി 4, 5, 6 വട്ടവും കിരീടം നേടാൻ വേണ്ടി എല്ലാവിധ ആശംസകളും നേരുന്നു. ഞാൻ ഉപജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശാസ്ത്രമേള കിരീടമായാലും അതേപോലെ തന്നെ കലോത്സവ കിരീടവും ഇപ്രാവശ്യം UP വിഭാഗത്തിൽ മുണ്ടപ്പള്ളി സ്കൂളിന് നേടാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും നമ്മൾ പ്രശംസിക്കേണ്ടത് നമ്മുടെ കുട്ടികളെ തന്നെയാണ്. ഏറ്റവും മിടുക്കരായ കുട്ടികളാണ് ഈ സ്കൂളിൽ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ പ്രധാനപ്പെട്ട എല്ലാ ട്രോഫികളും നമുക്ക് ഇവിടെ നേടാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ ടീച്ചേഴ്സ് എടുത്തു പറയേണ്ടതാണ്. എല്ലാ ടീച്ചേഴ്സും ഒത്തൊരുമയോടെ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത്. അതുപോലെ രക്ഷകർത്താക്കളായാലും സ്റ്റാഫ്സ് ആയാലും നാട്ടുകാർ എല്ലാവരുടെയും സഹകരണത്തിന്റെ ഫലമായിട്ടാണ് നമുക്കിങ്ങനെ തുടർച്ചയായ ഈ വിജയങ്ങൾ നേടാൻ സാധിച്ചിരിക്കുന്നു. സ്റ്റാഫ് സെക്രട്ടറിയാണ്. ടീച്ചർ എന്താണ് പറയുന്നത്? നമ്മുടെ ഈ വിജയത്തിന്റെ പിന്നില് നമ്മുടെ അത്രയധികം കഷ്ടപ്പെടുന്ന കുട്ടികളും ടീച്ചേഴ്സും അതുപോലെ PTA മെമ്പേഴ്സ്, MPTA എല്ലാ അംഗങ്ങളും ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ക്യൂസ് മത്സരങ്ങളിലായാലും ഈ കലോത്സവം കൂടാതെ നമുക്ക് തന്നെയാണ് IT, സയൻസ്, സോഷ്യൽ സയൻസ് എല്ലാത്തിലും 1st, 2nd ഒക്കെ നമുക്ക് നേടാൻ കഴിയുന്നുണ്ട്. അതുപോലെ ഞങ്ങൾ കുട്ടികൾക്ക് രാവിലെ 9 മണിക്ക് GKയുടെ പ്രത്യേകം ക്ലാസ്സുകൾ എല്ലാ ദിവസവും നൽകുന്നുണ്ട്. ഇതെല്ലാം നമ്മളോടൊപ്പം തന്നെ കുട്ടികളും വളരെയധികം പങ്കുചേരുന്നു. അതിന്റെയാണ് നമ്മുടെ ഈ വിജയം.
കഴിഞ്ഞ വർഷമാണ് ഇവിടെ വന്ന് ജോയിൻ ചെയ്തത്. അപ്പോൾ ഇതെന്റെ 2ാം വർഷമാണ്. ഞാൻ വന്ന് 2 വർഷം കുഞ്ഞുങ്ങളെ, മിടുക്കരായ കുഞ്ഞുങ്ങളെ കണ്ടുകൊണ്ടാണ് നമ്മൾ ഓരോ ദിവസവും കടന്നു പോകുന്നത്. കാര്യം അവരത്രയും പ്രഗത്ഭരാണ്. അവരെ നമ്മൾ ഒന്നും കൂടി പോളിഷ് ചെയ്ത് എടുക്കുമ്പോൾ അവർ ഒത്തിരി മെച്ചപ്പെട്ട് വരുന്നുണ്ട്. അതിന് ഇവിടുത്തെ ടീച്ചേഴ്സിനെ കണ്ടിട്ടാണ് ഞാനിത് പഠിച്ചത്. എന്താ വെച്ചാൽ ഞാൻ വന്നപ്പോൾ കാണുന്ന ഏതാണ് 9 മണിക്ക് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ GK-യിലാണ് തുടങ്ങുന്നത്. ഈ കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ നമ്മൾ എന്ത് GK ചോദിച്ചാലും അവർക്കറിയാം. കാര്യം അങ്ങനെയാണ് ഇവിടുന്ന് ട്രെയിൻ ചെയ്ത് ടീച്ചേഴ്സ് വിടുന്നത്. അതൊരു വലിയ കാര്യമാണ്. എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്, നമ്മളുടെ ഈ സ്കൂളിന്റെ മികവ് കണ്ടിട്ട് എല്ലാ കുഞ്ഞുങ്ങളെ ഈ സ്കൂളിലേക്ക് ക്ഷണിക്കുന്നു. കാര്യം നിങ്ങളെ മികച്ച വിജയത്തിലാക്കി ഞങ്ങൾ തിരിച്ചു തരാമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ കലോത്സവത്തിലും ശാസ്ത്രമേളയിലും എല്ലാം പങ്കെടുത്ത് ഞങ്ങളുടെ കൂടെ ഭാഗമാകാൻ ഈ നാട്ടിലുള്ള അറിയുന്ന എല്ലാ കുഞ്ഞുങ്ങളെ ഈ സ്കൂളിലേക്ക് ക്ഷണിക്കുകയും കൂടെയാണ് ചെയ്യുന്നത്, ഞങ്ങളോടൊപ്പം ചേരാൻ. എല്ലാ അഭിമാനത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. SKVയിലെ ടീച്ചറാണെന്ന് പറയുന്നത്. പഠനത്തിന്റെ കാര്യത്തിലും പിന്നെ ഇതുപോണക്കുള്ള ആക്ടിവിറ്റിയുടെ കാര്യത്തിലും മാത്രമല്ല, ഇവരുടെ ആരോഗ്യ കാര്യത്തിലും നല്ല ശ്രദ്ധയാണ് ഈ സ്കൂളുകാരും ടീച്ചർമാരും എല്ലാം ശ്രദ്ധ. ഞാനിവിടെ വന്നപ്പോൾ ഒരു കാര്യം കണ്ടായിരുന്നു. ഇന്നത്തെ ഇവരുടെ മെനു കാണാം, നമുക്ക് അവിടെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇവരുടെ ഈ ഉത്സാഹത്തിന്റെ രഹസ്യം കൂടെയാണ്. അവർക്ക് കണ്ടേ അവർക്ക് ഇഷ്ടപ്പെട്ട ആഹാരമാണ് ചോറ്, ചിക്കന്, സലാഡ്, പാലൊക്കെയാണ് ഇന്നത്തെ മെനു. അപ്പൊ നിങ്ങൾക്കെല്ലാം ഇഷ്ടമുള്ള ആഹാരമാണോ ഇതൊക്കെ? അപ്പം നമ്മുടെ SKV UPSൽ സബ് ജില്ല മത്സരിച്ച വിഷയങ്ങളിലായിട്ട് പിന്നെ കുറെ ഐറ്റത്തിന് അവർക്ക് ജില്ലയിലേക്ക് മത്സരിക്കാൻ പോകുന്നുണ്ട് നാളെ. അപ്പൊ അതിന്റെ ഏതൊക്കെ വിഷയങ്ങളാ, ഏതൊക്കെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് പറഞ്ഞേ. മലയാളം, സംസ്കൃത നാടകമാണ്. മോന്റെ പേരെന്തുവാ? കാർത്തിക് ഉണ്ട്. മോന്റെ പേര് പറ. മോന് നാടകത്തിനുള്ളതാ? ഹരിദേവ്. മോള് നാടകത്തിലാണോ? സംസ്കൃത നാടകം, മലയാളം നാടകം, പദ്യം ചെല്ലല്. ഇതെല്ലാം ജില്ലയിലേക്ക് മത്സരിക്കുന്നുണ്ട്. സമ്മാനം കിട്ടും ഫസ്റ്റ്. ഞാൻ ഓട്ടം തുള്ളല്, മലയാളം നാടകം, സംസ്കൃതം നാടകം, മലയാള പ്രസംഗം, മലയാളം നാടകം, പദ്യം ചെല്ലൽ സംസ്കൃതം, അക്ഷരശ്ലോകം സംസ്കൃതം, മലയാള നാടകം സംസ്കൃതം. ജില്ലയിലേക്ക് മത്സരിക്കുന്ന വിഷയങ്ങൾ. പേര് പറഞ്ഞേ. ശ്രീവിനായകൻ. മോടെ പേര്? അനുഗ്രഹ. മോടെ പേര്? അനന്യ. ഇനി മോടെ പേര്? ദക്ഷ. സംസ്കൃതം കഥാകഥനം, പിന്നെ സംസ്കൃത നാടകം, മലയാള നാടകം. എന്റെ പേര് അഭിരാമി, ഞാന് മലയാളം നാടകത്തിന്. എന്റെ പേര് അതിഥി, മലയാളം നാടകത്തിന്. അപ്പം ഇത്രയും കുട്ടികള് ജില്ലയിലേക്ക് മത്സരിക്കാൻ ഉള്ളവരാണ്. അപ്പം അതിനെ കുറിച്ച് ടീച്ചർ ഒന്ന് പറ. ഞങ്ങളുടെ സബ് ജില്ലാ മത്സരത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ കുഞ്ഞുങ്ങളാണ് ജില്ലയിലേക്ക് പോകുന്നത്. ജില്ലയിലേക്ക് ഞങ്ങൾ 2 നാടകങ്ങളാണ്, സംസ്കൃത നാടകവും മലയാളം നാടകവുമാണ് ഒന്ന്. പിന്നെ അടുത്തത് ഓട്ടംതുള്ളല്, പിന്നെ കുച്ചിപ്പുടി, അക്ഷരശ്ലോകം, പദ്യം ചൊല്ലല്, പിന്നെ കഥാകഥനം, മലയാളം പ്രസംഗം, ഇത്ര ഐറ്റങ്ങളാണ് ഞങ്ങൾ ജില്ലയിലേക്ക് പോകുന്നത്. അപ്പം ഇതിന് നിന്നെ ഫസ്റ്റ് കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. SKV ഓഫീസിന്റെ മെയിൻ കുട്ടികളാണ് ഇവരെല്ലാം. ഇതിനും ജില്ലയിൽ മത്സരിച്ച് നിങ്ങൾക്ക് നല്ല ആശംസ അറിയിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് തന്നെ ഫസ്റ്റ് കിട്ടും.